കുറേ ആൾക്കാർക്ക് താടി നന്നായിട്ട് തിക്കായിട്ട് ഹെവി ആയിട്ടും കാണും, പക്ഷെ അവർക്ക് മീശയിൽ 5-6 മുടിയെ കാണത്തുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഹൈ ഫ്രണ്ട്സ്, എപ്പിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്ന് തംബ്നെയിൽ കണ്ട പോലെ ഇത് താടി രഹസ്യം പാർട്ട് 15 ആണ്. അപ്പം ഇനി മുതൽ എല്ലാ ആഴ്ചയിലും താടി വീഡിയോ ഞാൻ ഇടുന്ന ഞായറാഴ്ചയും, കാരണം എനിക്ക് തിരക്കൊക്കെ കൊണ്ട് എനിക്ക് വെള്ളിയാഴ്ച വീഡിയോ ഇടാൻ പറ്റാതാവുന്നു. അതുമാത്രമല്ല ഞായറാഴ്ച ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും കാണാൻ, നിങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുന്ന ദിവസവും നിങ്ങൾക്കൊക്കെ കാണാൻ ഈസി ആയിരിക്കും. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ ബിയേഡ് ഓയിലും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഫേക്ക് പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. ഈ താടിയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നുണ്ട്. അതിനെയൊക്കെ ചൂണ്ടിക്കാട്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരെല്ലാം ഒന്ന് പോയി കാണാം. കോമഡി ആയിട്ട് ഞാൻ രൂപീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളെല്ലാം പോയി കാണാം, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതെന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾ പറയും മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാരിലേക്കും എൻ്റെ ഈ ചാനലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പോൾ കൂടുതൽ വലിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഓരോ സംശയങ്ങൾ വായിച്ചിട്ട് അതിന് ഉത്തരം തരാം. ആദ്യത്തെ സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ സംശയം ചോദിച്ചിരിക്കുന്നത് ശ്രീദേവ് മഹേന്ദ്രൻ എന്ന് പറയുന്ന ബ്രോയാണ്. 6 ദിവസം മുന്നേ ചോദിച്ചിട്ടുള്ള സംശയമാണ്. എന്താണെന്ന് ഞാൻ വായിച്ചു തരാം. ബ്രോ, ഞാൻ മിനോക്സിഡിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 months ആയി. നല്ല ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ വന്ന താടി ട്രിം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. 2 മാസമായ നിങ്ങൾക്ക് ട്രിം ചെയ്യാം. ഷേവ് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ട്രിം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് മുടി നിൽക്കണ രീതിയിൽ മാത്രം നിങ്ങൾ ട്രിം ചെയ്യണം. അല്ലാണ്ട് മുട്ടയടിക്കണ പോലെ ഒരിക്കലും ട്രിം ചെയ്യാതിരിക്കണം. ഇതാണ് ബ്രോയുടെ പറയാനുള്ള മറുപടി. അപ്പം അടുത്ത സംശയം ചോദിച്ചിരിക്കുന്ന ആരും നോക്കാം. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് അബി എന്ന് പറയുന്ന ഒരു ബ്രോയാണ്. 6 ദിവസം മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. ബ്രോ, മിനോക്സിഡിൽ യൂസ് ചെയ്ത് ബിയേഡ് വന്നു, ബട്ട് ഷേവ് ചെയ്താൽ സ്ലോ വളർച്ച. അതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. ടെർമിനൽ ആവും മുന്നേ നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വളർച്ച ഉണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ട്. ഇത് സ്ലോ ആയിട്ട് വളർന്നത് അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ. ടെർമിനൽ ആകുന്ന വരെ നമ്മൾ ആ താടി നമ്മുടെ ഫേസിൽ വെച്ചേക്കണം. അപ്പോൾ ബ്രോയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇത് തന്നെയാണ്. നമ്മൾ ഈ ഷേവ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. മിനോക്സിഡിൽ വന്ന താടി അത് ടെർമിനൽ ആയതിനു ശേഷം മാത്രമേ ഷേവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് ഷെമി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. ചോദിച്ചത് എന്താണെന്ന് നോക്കാം. മച്ചാനെ, എനിക്ക് മിനോക്സിഡിൽ യൂസ് ചെയ്ത് നല്ല മാറ്റമുണ്ട്. എന്തായാലും സന്തോഷമുണ്ട് മച്ചാനെ. അത് ഫുൾ ഫില്ലായി പാച്ച് മാറാൻ എത്ര ടൈം എടുക്കും എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം ബ്രോയ്ക്ക് അവിടെ മാത്രം അത്ര ഹെയർ ഫോളിക്കിൾസ് മാത്രമേ ബ്രോയുടെ ഫേസിൽ കാണത്തുള്ളൂ. അപ്പം അത്ര താടി മാത്രമേ ബ്രോയ്ക്ക് ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, അഥവാ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ ആ പേച്ച് നിങ്ങൾക്ക് ഫില്ലാൻ വേണ്ടി ഒരുപാട് ദിവസം എടുക്കും. നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് പെട്ടെന്ന് 1 ദിവസം കൊണ്ട് താടി വന്നെന്ന് വെച്ചാൽ, എക്സാമ്പിളാണ്, 1 ദിവസം കൊണ്ട് എനിക്ക് താടി വന്നു വെച്ചാൽ ബ്രോയ്ക്ക് അത് ചിലപ്പോൾ 4 ദിവസം 5 ദിവസമൊക്കെ എടുക്കും. അത് നമുക്ക് ഒരിക്കലും ഇത് ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിട്ടുള്ളത് ശ്രീസ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ചാനലാണ്. 4 ദിവസം മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. ബ്രോ, 1mg ആപ്പ് വഴി വാങ്ങിക്കുന്ന മിനോക്സൈഡ് ക്വാളിറ്റി ഉള്ളതാണോ അതോ ഫേക്ക് പ്രോഡക്ട്സ് ആണോ? അപ്പം എനിക്ക് ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, ഈ മിൻടോപ്പ് എന്ന് പറയുന്ന ഡോക്ടർ റെഡ്ഡിയുടെയും പിന്നെ MX5 എന്ന് പറയുന്ന 2 ബ്രാൻഡ്, ഈ രണ്ടിനും ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് ആപ്പ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നോ ഷോപ്പിൽ നിന്നോ എങ്ങനെ വേണം നിങ്ങൾക്ക് മേടിക്കാം. ഇതിനൊരു ഫേക്ക് പ്രോഡക്റ്റേ ഇല്ല. അപ്പം നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചതെന്ന് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് ആനന്ദ് മീര എന്ന് പറയുന്ന ഒരു ബ്രോയാണ്. 6 ദിവസം മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. എന്താണ് എന്ന് ഞാൻ വായിച്ചു തരാം. ബ്രോ, ബോണ ബിയേഡ് ഓയിൽ റിസൾട്ട് ഉണ്ടാകും ബ്രോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ബ്രോയുടെ അടുത്ത് പറയാനുള്ള റിസൾട്ട് ഉണ്ട്, വേറൊന്നും കൊണ്ടല്ല. അതിൽ മിനോക്സൈഡിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മാത്രം അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബ്രോ എന്തായാലും എൻ്റെ ചാനലിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ ബ്രോയ്ക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ള ഉത്തരം ഇത് തന്നെയാണ്. അപ്പം അടുത്ത സംശയം ആരാണ് ചോദിച്ചതെന്ന് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് ഷിയാസ് ഗെയിം എന്ന് പറഞ്ഞൊരു ബ്രദറാണ് ചോദിച്ചിട്ടുള്ളത്. 4 ദിവസം മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. ബ്രോ, മീശയ്ക്ക് തിക്കും കറുപ്പും കുറവാണ് ബ്രോ എന്ന് എൻ്റെ ചോദിച്ചിട്ടുണ്ട്. ബ്രോ, ഇതിന് ഒരു പരിഹാരമില്ല. നമുക്കറിയാം, കുറേ ആൾക്കാർക്ക് താടി നന്നായിട്ട് തിക്കായിട്ട് ഹെവി ആയിട്ടും കാണും, പക്ഷെ അവർക്ക് മീശയിൽ 5-6 മുടിയെ കാണത്തുള്ളൂ. അതെന്തുകൊണ്ടാണ്? പ്യുവറായിട്ട് അവരുടെ ജനറ്റിക്കും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് ഈ ഒരു മീശ നമുക്ക് തിക്കാവുന്നതും കറുപ്പാവുന്നതും. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പ്രോഡക്റ്റും കാര്യങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു യൂസോ ഒരു റിസൾട്ടോ ബ്രോയ്ക്ക് ഉണ്ടാകാൻ പോകില്ല. അതൊക്കെ ജനറ്റിക്കാണ്. ഒരു സമയമാകുമ്പോൾ അതിപ്പം നിങ്ങൾക്ക് ചെറിയ മീശയാണെങ്കിൽ അതൊക്കെ മാറി കട്ടി ആയിക്കോളൂ. നമുക്കൊരു സമയമാകുമ്പോൾ അതുവരെ ബ്രോ വെയിറ്റ് ചെയ്യണം. ഇത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് മീശ ഒന്ന് ഷേവ് ചെയ്താൽ ചിലപ്പം ചിലർക്ക് തിക്കാവാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് ഇല്ലാത്തടത്തൊന്നും മുടി ഒരിക്കലും വരില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കണ കുറേ ആൾക്കാരുണ്ട്. അതൊരു വിഡ്ഢിത്തനം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അനുഭവം അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ അനുഭവം, ഞാൻ റിസർച്ച് ചെയ്ത അനുഭവം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഷേവ് ചെയ്തു എന്ന് പറഞ്ഞ് മീശ ഇല്ലാത്തടത്ത് ഒരിക്കലും മീശ വരാൻ പോകില്ല. അതുപോലെ താടിക്കും ഒരു യൂസും ഇല്ല. അപ്പോൾ ബ്രോയുടെ സംശയം എന്തായാലും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിട്ടുള്ളത് അതുൽ അച്ചൂസ് എന്ന് പറഞ്ഞൊരു ബ്രോ ആണ്. 4 ദിവസം മുന്നേ ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്. ബ്രോ മിനോക്സിഡിൽ എങ്ങനെ ഫേസിൽ നിന്നും വാഷ് ചെയ്യും എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഈ ഒരു മരുന്ന് നമ്മുടെ മുഖത്ത് ഇരിക്കാനുള്ളത് വെറും 4 മണിക്കൂറാണ്. അപ്പോഴത്തേക്ക് അതെല്ലാം അബ്സോർബ് ആയി പോകും. 4 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് പ്യൂർ ആയിട്ടുള്ള പച്ചവെള്ളം കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഫ്ലാക്സോ എന്തെങ്കിലും ഉണങ്ങിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എണ്ണ ഇട്ട് മാത്രം നിങ്ങൾ കഴുകണം. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ സോപ്പോ ഒന്നും നിങ്ങളുടെ താടി ഭാഗത്ത് ഫേസ് വാഷ് പോലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യലും. അല്ലാതെ താടിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിയേഡ് വാഷ് എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. അത് മേടിച്ച് യൂസ് ചെയ്യണം. കോസ്റ്റ്ലി ഒന്നുമല്ല, ചീപ്പായിട്ടുള്ള പ്രൈസിൽ അവൈലബിൾ ആണ്. അതൊക്കെ മേടിച്ച് യൂസ് ചെയ്യണം. അല്ലാണ്ട് ഒരിക്കലും സോപ്പോ ഫേസ് വാഷോ ഒന്നും താടിയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത് പച്ചവെള്ളം യൂസ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഫ്ലാക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയാനുള്ള ബിയേഡ് വാഷ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് ഗോപകുമാർ പെരിയ എന്ന് പറയുന്ന ബ്രോയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണെന്ന് ഞാൻ വായിച്ചു തരാം. ബ്രോ മുടി കൊഴിച്ചിൽ കാരണം സ്കിൻ ഡോക്ടറെ കണ്ടപ്പോൾ ഫിനാസ്ട്രൈഡ് ടാബ്ലറ്റും മിനോക്സിഡിലും റെക്കമെൻഡ് ചെയ്തു. അതുകൊണ്ട് ഫിനാസ്ട്രൈഡും മിനോക്സിഡിലും ഉപയോഗിക്കുന്നു. ഈ സമയത്ത് മിനോക്സിഡിൽ താടിയിൽ തേച്ചാൽ താടി വരുമല്ലോ ബ്രോ. ഫിനാസ്ട്രൈഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്ലീസ് റിപ്ലൈ. ഒരു പ്രശ്നമില്ല ബ്രോ, കാരണം നമ്മുടെ ഡോക്ടേഴ്സിന് അറിയാം കാര്യം എന്താണ് ഏതാണെന്നൊക്കെ അറിയാം. നമുക്ക് മുടി കൊഴിച്ചിലിൻ്റെ ഫിനാസ്ട്രൈഡ് എടുത്തേ പറ്റത്തുള്ളൂ. നമുക്ക് ഫിനാസ്ട്രൈഡ് ഉള്ള മിനോക്സിഡിലും അവൈലബിൾ ആണ്. അതൊക്കെയാണ് സാധാരണ ഡോക്ടർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണത്. ഇപ്പോൾ ടാബ്ലറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഹെയർ ഫോളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ ടാബ്ലറ്റ് തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിനോക്സിഡിൽ പിന്നെ താടിയിൽ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പ്രശ്നം വരാൻ പോലെ അതിൻ്റെ ഫംഗ്ഷനൊക്കെ അങ്ങ് കറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് നടന്നോളും. ചിലപ്പം ചെറുതായിട്ട് ഗ്രോത്ത് കുറയാൻ വേണ്ടി ചെറുതായിട്ട് ചാൻസ് ഉണ്ട്. അത് ഞാൻ ഉറപ്പ് പറയാനില്ല. ചിലർക്ക് മാത്രം ചെറുതായിട്ട് സ്ലോ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ബ്രോ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് പോകണം. താടിയൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളും, പേടിക്കുകയേ വേണ്ട. അപ്പം എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ കുറച്ച് സംശയങ്ങൾ ഞാൻ എടുത്ത് വെച്ച് അതിനെല്ലാം പ്രോപ്പറായിട്ടുള്ള ഉത്തരം തന്നിട്ടുണ്ട്. ലെങ്ത് കൂട്ടാത്ത വേറൊന്നും കൊണ്ടല്ല, ലെങ്ത് കൂട്ടിയാൽ കാണാനൊരു ബോറാണ്. അതുകൊണ്ടാണെങ്കിൽ ലെങ്തും കാര്യങ്ങളും കൂട്ടാത്തത്. അപ്പോൾ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു വീഡിയോ ചെയ്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്തായാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത ഞായറാഴ്ച, വെള്ളിയാഴ്ച ഞാൻ പറയാനില്ല, അടുത്ത ഞായറാഴ്ച നമുക്ക് പുതിയ സംശയങ്ങളും പുതിയ കമൻസും ഒക്കെ വായിച്ച് അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാരിലേക്കും എൻ്റെ ഈ വീഡിയോയും ചാനലൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും